ചാണ്ടിക്കുഞ്ഞെ ഓ കുറച്ച് കഴിഞ്ഞ് നഴിച്ച് കിടത്തിയേക്ക്. സർ. വെളുപ്പിനെ ഞാൻ വരാം. സർ. രാവിലെ എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് അറസ്റ്റ് ചെയ്തേ വരാവൂ. ഓ സർ. പൗലോസിനോട് ഞാൻ പറഞ്ഞേക്കാം. സർ. ആ എന്നാടോ? താൻ വേറെ ആരും വിളിക്കണ്ട, ഞാൻ എന്താ വരുന്നു. ആ സാറ് പോയതിൻ്റെ പുറകെ ഞാനും മരിച്ച് താഴെ കിടത്തിയായിരുന്നു. അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ. നോക്കിയപ്പോൾ ശ്വാസമില്ല. അതാ ഞാൻ ഉടനെ സാറിനെ വിളിച്ചത്. ചാണ്ടിക്കുഞ്ഞെ, സാർ. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തൂങ്ങാൻ നോക്കണം. മനസ്സിലായോ? എടോ, ഈ ചെറുക്കനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഈ രാത്രി താൻ അവനെ കണ്ടിട്ടുമില്ല. എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നമ്മൾ അവനെ അന്വേഷിക്കുന്നു. അവൻ ഒളിവിൽ. അത്രേ ഉള്ളൂ. ബോഡി നമ്മൾ എന്ത് ചെയ്യും സാർ? വഴിയുണ്ടോ? താൻ എൻ്റെ കൂടെ നിന്നാ മതി. നമ്മൾ രണ്ടാളും അല്ലാതെ ലോകത്തൊരു കുഞ്ഞും ഇതറിയാൻ പോകുന്നില്ല, അറിയാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായോ? വഴിന്ന് മാറോ. എന്നതാ മച്ചാ പ്രശ്നം? ഇന്നലെ രാത്രി ഇയാൾ കസ്റ്റഡിയിലെടുത്ത എൻ്റെ അനിയനെ എനിക്ക് വിട്ടുകിട്ടണം. അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യം ഞാൻ എടുത്തോളാം. ഓ, അത്രേ ഉള്ളു കാര്യം. അവനെ തന്നെയാണോ ഉമ്മച്ച എനിക്കും കിട്ടേണ്ടത്? അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു 4 റൗഡികൾ കൂട്ടുപ്രതികളുമായിട്ട് ഈ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും കേസല്ല, മർഡർ അറ്റംപ്റ്റ്, വധശ്രമം. അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ, അതായത് എന്നെ. അതിനുശേഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റാസ്കൽസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും. അവനെ ഞാൻ പൊക്കും. ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും. കാണണോ അതെനിക്ക്? സോളമ, എൻ്റെ അനിയൻ്റെ ജീവൻ കൊണ്ട് താൻ നാടൻ കളിക്കില്ലേ? താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിൽ എടുക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവൻ്റെ കൂട്ടുകാർ. സത്യം പറ സോളമ, താൻ അവനെ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അതോ കൊന്നുകളഞ്ഞോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അവനെ താനിനി ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളും.
തൽക്കാലം എന്താ പോ. എല്ലാവരും പിരിഞ്ഞു പോണം. സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൊണ്ട് നിൽക്കരുത്. പോണം. സോളമ, ഡെന്നീസിനെ കിട്ടിയില്ലെങ്കിൽ ABS കോർപ്പറേഷൻ കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങാനൊന്നും ഉമ്മച്ച നിൽക്കത്തില്ല. ഞാനൊന്ന് കൈ പൊക്കിയാണ്ടല്ലോ, ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും ഡെന്നീസ് എവിടെയുണ്ടെന്ന്. അടിച്ചിറക്കണോ എല്ലാത്തിനെ? ബഹുജന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഒരു പരമ്പരാഗത ഒത്തുതീർപ്പ് ഫോർമുല. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വകുപ്പുതല അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവാകുന്നു. സർവീസിലെ 9ാം വർഷത്തിൽ 14ാമത്തെ സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവും തന്റെ മേലധികാരിയിൽ നിന്ന് വിധേയപൂർവ്വം കൈപ്പറ്റുന്നു സബ് ഇൻസ്പെക്ടർ സോളമൻ. നീ പോ. സ്ഥലം മാറ്റം വാങ്ങിയോ, ജോലി വേണ്ടെന്ന് വെച്ചോ, ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ വീണ്ടും വരും. ദാ ഇവിടെ എന്റെ കാൽ കീഴിൽ. കൊന്നു കുഴിച്ചിട്ടാലും കത്തിച്ചാമ്പലാക്കിയാലും നിന്റെ കൈകൊണ്ട് എന്നെ മാന്തി എടുപ്പിക്കും, എന്റെ ടെന്നീസിന്റെ അവശിഷ്ടമെങ്കിലും. ഓർമ്മ വെച്ചോ, ഉമ്മച്ചന പറയുന്നേ. നിന്നെ ഞാൻ വിടില്ലടാ നായിന്റെ മോനെ. നീ ഒലത്തും. അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്ക്. അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തൊടണമെങ്കിൽ ഉമ്മച്ച നീയൊക്കെ ഇനിയും ജനിക്കണം 36 ജന്മം. ഇത് SP ഓഫീസായി പോയി. ഇല്ലാറിനെ ചവിട്ടി പരുപ്പെടുത്തേനെ ഞാൻ. Bastard. മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊഷരതയിലേക്ക്, കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം. പിള്ള കുറെ കാലമായോ ഇവിടെ? ബാലരാമപുരത്ത് നിന്ന് സാറ് പോയതിനു ശേഷം ഒരു 1.5 മാസം കൂടി ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ നേരെ ഇങ്ങോട്ട്. ഒരു 3 കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ. സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാറുണ്ട്. പക്ഷെ ചിറ്റൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പോഴാണ് അറിയുന്നത്. അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ? ഈ പോലീസുകാരന്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ പിള്ളേ. ശരിയാണ് സാർ. രണ്ട് കൊല്ലമായി കാണും റസാഖ് സാർ ഇവിടുന്ന് പോയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് അവർ SI ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് കിട്ടിയത് തന്നെ ഇന്നലെ വൈകിട്ടാ. ഇല്ലെങ്കിൽ ഒന്ന് തൂത്തു തുടച്ചൊക്കെ വെക്കാമായിരുന്നു. ക്വാർട്ടേഴ്സിന് എന്നാ പറ്റി? ഇപ്പൊ വീഴും നാളെ വീഴുമെന്ന പരുവത്തില് 5 കൊല്ലമായി കിടക്കുന്നു. അറ്റകുറ്റ പണിക്ക് വേണ്ടി ലെറ്റർ കുറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക്. എവിടെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം. അവര് തന്നെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി തരും. അതിനെന്നാത്തിനാടോ പിള്ളേ പോലീസുകാര്? ഏതേലും 2 ജോലിക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചാ പോരെ? ജോലിക്കാരെ എവിടെ കിട്ടാനാണ് സാർ? ഈ ബദിയെടുക്കാവുന്ന സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ. ആണുങ്ങൾ കൂടുതലും ഗൾഫിലാ. ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയുടെ ജോലിക്കാരും. ബദിയെടുക്കൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം. അതാരായി അറക്കൽ? എന്ത് ഹാജി? അബൂബക്കർ ഹാജി. മൂപ്പരി ഏരിയയിലെ ഒരു നാട്ടുരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 10,000-3000 ഏക്കർ കശുവണ്ടി, പിന്നെ മറ്റു പല ബിസിനസ്സും.
ബിസിനസ് എന്ന് പറഞ്ഞ മെയിൻ സ്മഗ്ലിങ്ങാ ഇപ്പൊ കുറവാ. എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ. നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോകാറില്ല. അതുകൊണ്ട് തട്ടുകടിയില്ലാതെ ജീവിച്ചു പോവാം. കേസുകളുടെ എണ്ണം കുറവ്, നമുക്ക് തലവേദനയില്ല. അതുപോലെ അവിടെ ആരാ താമസം? സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ വലിയൊരു അയൽക്കാരൻ. അത് ബാപ്പുട്ടിയുടെ വീടാ. വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി. അയാളുടെ ഭാര്യ ഒരു മോളും മാത്രം അവിടെ താമസം. മോള് ഇവിടുത്തെ ഒരു UP സ്കൂളിലെ ടീച്ചറാ. ഇപ്പോഴീ കാണുന്നത് പോലല്ല, ഒരു 10-20 ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടുത്തെ ഒരു നാട്ടുപ്രമാണി തന്നെ ആയിരുന്നു ഒരു കാലത്ത്. അന്ന് ഈ അബൂബക്കർ ഹാജി വെറും അബൂബക്കറാ, വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പുട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് 4-4.5 കോടി രൂപയുടെ സ്മഗ്ലിംഗ് ഗുഡ്സ് കസ്റ്റംസുകാർ പിടിക്കുന്നത്. കൊഫെ പോസയിൽ അകത്ത് പോയേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ മൂപ്പരൊരു വിവരക്കേട് ചെയ്തു. സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേർക്ക് എഴുതി വെച്ചു. ബാപ്പുട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവൽ നായെ പോലെ താൻ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചോളാന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി. സംഗതി എന്തായാലും 8-9 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോൾ അബൂബക്കർ മുതല് തിരിച്ചു കൊടുത്തില്ല. കയ്യിലുണ്ടായിരുന്നതൊക്കെ കേസിനും കൂട്ടത്തിനോട്ട് പോയി. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടപ്പില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് മരിച്ചു. ആ ഉമ്മാടെയും മോളുടെയും സ്ഥിതി വലിയ കഷ്ട. വീടിപ്പോൾ ബാങ്കുകാർ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണെന്നാ പറയുന്നത്.